ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് തട്ടിക്കയറി പൊതുമരാമത്ത് റോഡ് വിഭാഗം എഇയും ജീവനക്കാരും. നിലമ്പൂർ ബൈപ്പാസിന് 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മൊഹസിൻ തട്ടിക്കയറിയത്. എഇ ഓഫീസിൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാനും എത്തിയപ്പോഴായിരുന്നു എഇ പ്രകോപനപരമായി സംസാരിച്ചത്. തർക്കത്തിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂവെന്നും കണ്ട പോലെ കൂട്ടിക്കൊള്ളാനും വെല്ലുവിളി ഉയർത്തിയതോടെ ബൈപ്പാസ് ഇരകൾ എഇയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കി. 30 വർഷം മുമ്പ് ബൈപ്പാസിന് റോഡ് വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. 5-6 ബ്ലോക്കുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പറയാനാണ് ധിക്കാരത്തോടെ എഇ പറഞ്ഞതെന്നാണ് സ്ഥലം ഉടമകൾ പറയുന്നത്. പണി 3, 4, 5 ബ്ലോക്ക് തീർന്നിരിക്കുകയാണ്. ഇനി 6, 7 2 ബ്ലോക്കാണ് ഇനി തീർക്കാനുള്ളത്. ഈ 6ാമത്തെ ബ്ലോക്കിൽ ഏതാണ്ട് 22ഓളം വീടുകളുണ്ട്. അതിൽ 10 വീടുകൾ അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 12 വീട് ജസ്റ്റ് പണിയെടുക്കാനുള്ളൂ. ഈ വർക്കൊന്ന് സ്പീഡപ്പ് ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുൻപേ അയാൾ ഞങ്ങളോട് തട്ടിക്കയറുക ചെയ്ത്, നിങ്ങളെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് പോയി അന്നത്തെ എംഎൽഎന്റെ ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. അതെ, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഇതില് പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞാൻ പരിഗണിക്കാം എന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങള് ഈ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പേപ്പർ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരായിട്ട് ഒരു പേപ്പർ നീക്കുന്നില്ല. ഒക്കെ ഞങ്ങൾ മലപ്പുറം കളക്ടറെടുത്ത് പോവുക, അനുകൂലമായ മറുപടി കളക്ടറെടുത്തുനിന്നും പിന്നെ തഹസിൽദാർ എടുത്തുനിന്നും എല്ലാം കിട്ടി. മഞ്ചേരി PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി, അദ്ദേഹം ഞങ്ങളോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഈ മൊഹസിൻ മാത്രമാണ് ഞങ്ങളോട് തട്ടിക്കയറി സംസാരിക്കുന്നത്. ഇത് തങ്ങളുടെ ഡ്യൂട്ടി അല്ലെന്നും ഇനി സർവേ നടത്തില്ലെന്നും മറുപടി. വൃക്കരോഗി, ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ളവരാണ് സർവേ നടപടി പൂർത്തീകരിച്ച് നടപടി സ്ഥിരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂരിലെ പൊതുമരാമത്ത് റോഡ് വിഭാഗം എഇയുടെ ഓഫീസിലെത്തിയത്. എഇ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. PV അൻവറിന് ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ ആർക്കോ വേണ്ടി എഇ നടപടികൾ വൈകിക്കുകയാണെന്ന ഗുരുതര ആരോപണവും സ്ഥലം ഉടമകൾ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.